ഹലോ ഫുട്ബോൾ പ്രേമികളെ, എല്ലാവർക്കും നമസ്കാരം. വേൾഡ് കപ്പിന് തൊട്ടു മുമ്പ് ടീമുകളുടെ കരുത്തറിയാനുള്ള ഫ്രണ്ട്ലി മത്സരങ്ങളുടെ ആവേശത്തിലാണ് നമ്മളിപ്പോൾ. ഇന്ന് ബൊഗോട്ടയിലെ എൽ ക്യാമ്പീൻ സ്റ്റേഡിയത്തിൽ നടന്ന ആവേശ പോരാട്ടത്തിൽ കൊളംബിയ 1-3 ഗോളുകൾക്ക് കോസ്റ്റാറിക്കയെ തകർത്തുവിട്ടിരിക്കുകയാണ്. ലോസ് കഫെറ്ററോസ് എന്ന് വിളിക്കുന്ന കൊളംബിയൻ പട തങ്ങളുടെ തട്ടകത്തിൽ ഫാൻസിനു മുന്നിൽ മാസ് പ്രകടനം തന്നെയാണ് ഇന്ന് പുറത്തെടുത്തത്. കളിയുടെ തുടക്കത്തിൽ കോസ്റ്റാറിക്ക നല്ല രീതിയിൽ ഹൈ പ്രസിംഗ് ഗെയിം കളിച്ച് കൊളംബിയയെ ഒന്ന് വിറപ്പിക്കാൻ നോക്കിയിരുന്നു. എന്നാൽ പതുക്കെ കൊളംബിയ കളം പിടിച്ചെടുത്തു. 16-ാം മിനിറ്റിൽ തന്നെ ആദ്യ വെടി പൊട്ടി. ഒരു പെർഫെക്റ്റ് കോർണർ കിക്കിൽ നിന്ന് ഡിഫൻഡർ ഡാവിൻസൺ സാഞ്ചസ് ഒരു പവർഫുൾ ഹെഡറിലൂടെ കൊളംബിയയെ മുന്നിലെത്തിച്ചു. സ്റ്റേഡിയം ആകെ ഇളകി മറിഞ്ഞു. ആ ഗോളിന്റെ ആവേശം അടങ്ങുന്നതിനു മുമ്പ് 22-ാം മിനിറ്റിൽ നമ്മുടെ ലൂയിസ് ഡയസ് ബോക്സിനുള്ളിൽ കിട്ടിയ സ്പേസ് കൃത്യമായി ഉപയോഗിച്ച് വളരെ കൂളായി ഒരു ക്ലാസ് ഫിനിഷിങ്ങിലൂടെ ലീഡ് 2-0 ഉയർത്തി. പക്ഷേ കോസ്റ്റാറിക്ക അത്ര പെട്ടെന്ന് വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. 32-ാം മിനിറ്റിൽ ആൻഡ്രേ സോട്ടോയിലൂടെ അവർ ഒരു ഗോൾ തിരിച്ചടിച്ചു. ഡിഫൻസിനെ വെട്ടിച്ചു വന്ന ഒരു പിൻ പോയിന്റ് ക്രോസ് സോട്ടോ ഹെഡറിലൂടെ വലയിലാക്കുകയായിരുന്നു. അതോടെ ഒന്നാം പകുതി 2-1 എന്ന സ്കോറിലാണ് അവസാനിച്ചത്. രണ്ടാം പകുതിയിൽ രണ്ടു ഭാഗത്തു നിന്നും മാറ്റങ്ങൾ ഒരുപാടുണ്ടായി. എന്നാൽ 82-ാം മിനിറ്റിൽ കൊളംബിയ കളി പൂർണ്ണമായും തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കി. ജെയിംസ് റോഡ്രിഗസിന്റെ ഒരു മനോഹരമായ അസിസ്റ്റിൽ നിന്ന് ലൂയിസ് സുവാരസ് ഒരു ടൈറ്റ് ആംഗിളിൽ നിന്ന് അടിച്ച വെടിയുണ്ട പോലെയുള്ള ഷോട്ട് കോസ്റ്റാറിക്കൻ ഗോൾ കീപ്പറെയും മറികടന്ന് വലയിൽ കയറി. സ്കോർ 3-1. അതോടെ കോസ്റ്റാറിക്കയുടെ എല്ലാ പ്രതീക്ഷകളും അവസാനിച്ചു. വേൾഡ് കപ്പിന് മുന്നോടിയായി കൊളംബിയൻ കോച്ച് നെസ്റ്റർ ലോറൻസോയ്ക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്ന ജയമാണിത്. മറ്റൊരു ഫുട്ബോൾ വിശേഷവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ ബൈ.